ആത്മീയത എന്നത് ആത്മാവിനെ ഗുണങ്ങളാലും ആന്തരിക ശക്തികളാലും സമ്പന്നമാക്കാനുള്ള മാർഗമാണ്. സാധാരണക്കാരന് അത് കഠിനമായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഏറ്റവും രസകരമായ ഒന്നാണ്. ആത്മീയമായ അറിവ് ഓരോരുത്തർക്കും ആവശ്യമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ മാനവരാശിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഈ വിദ്യാലയത്തിലൂടെ നൽകുന്ന ആത്മീയമായ അറിവും രാജയോഗ ധ്യാനവും നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ശക്തികളെ ഉണർത്തുന്നതാണ്. 1937 സിന്ധ് ഹൈദരാബാദിൽ ഒരു ആത്മീയ വിപ്ലവത്തിന്റെ രൂപത്തിൽ ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായി. പ്രജാപിത ബ്രഹ്മ എന്ന് പിന്നീടറിയപ്പെട്ട ദാദാ ലേഖരാജ് എന്ന വജ്രവ്യാപാരിയുടെ ദർശനങ്ങളായിരുന്നു ആത്മീയ വിപ്ലവങ്ങൾക്ക് കാരണമായത്. വിദ്യാലയത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു. ആരംഭത്തിൽ ഓം മണ്ഡലി എന്നാണ് വിദ്യാലയം അറിയപ്പെട്ടിരുന്നത്. ആത്മീയ അറിവിനെയും രാജയോഗ ധ്യാനത്തെയും അടിസ്ഥാനപ്പെടുത്തി ഭാരതത്തിലും ലോകത്തെമ്പാടും ഈ സ്ത്രീ ശക്തി ആത്മീയ ഉണർവിന്റെ ജ്യോതി തെളിയിച്ചു. ഇന്ന് ലോകത്തെമ്പാടുമായി വിവിധ ജാതി മതസ്ഥരായ 10 ലക്ഷത്തിലധികം പേർ ഈ അറിവ് പങ്കുവയ്ക്കുന്നു. എല്ലാ മതങ്ങൾക്കും രീതികൾക്കും വിശ്വാസങ്ങൾക്കും പ്രത്യയ ശാസ്ത്രങ്ങൾക്കും ആദരവ് ലഭിക്കുന്ന ഒരു ആത്മീയ അറിവാണ് ഇതിലൂടെ ലോകത്തിന് ലഭിച്ചത്. ഈ ശിക്ഷണങ്ങളിലൂടെ പരമാത്മാവ് അഥവാ ഈശ്വരൻ, സമയം, കർമ്മം ഇവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നമുക്ക് നേടാൻ സാധിക്കുന്നു. ജീവിതം ശരിയായി ജീവിക്കാനുള്ള സത്യമായ വഴി ലഭിക്കുന്നു. ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിലൂടെയും മനസ്സിനെ സ്വസ്ഥമാക്കാൻ കഴിയുന്ന ഒരു വഴി, അതാണ് രാജയോഗ ധ്യാനം. ഇതിലൂടെ കഠിനമായ പരിതസ്ഥിതികളിലും മാനസികമായ സ്ഥിരത ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഭൗതിക ജീവിതത്തെയും ആന്തരികമായ ജീവിതത്തെയും ആരോഗ്യകരമായി നിലനിർത്താൻ കഴിയുന്നു. 142 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന 10,000-ഓളം സെന്ററുകളിൽ നിന്ന് നിരവധി പേർ ഈ അറിവ് സമ്പാദിക്കുന്നു. രാജസ്ഥാനിലെ മൗണ്ട് അബുവാണ് ബ്രഹ്മകുമാരീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ആത്മീയ പ്രഭാവത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം മധുബൻ എന്നും അറിയപ്പെടുന്നു. ആരവല്ലി പർവ്വതങ്ങൾക്കിടയിൽ കഴിയുന്ന ഈ മധുബനിൽ വന്ന് നിരവധി പേർ ഗഹനമായ തപസ്സിന്റെ അനുഭവം നേടുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർക്ക് വിവിധ സേവനങ്ങളാണ് ബ്രഹ്മകുമാരീസ് നൽകുന്നത്. സെമിനാറുകളും കോൺഫറൻസുകളും പ്രഭാഷണങ്ങളും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇതിൽപ്പെടുന്നു. സേവനത്തിനായുള്ള 20 സർവീസ് വിങ്ങുകളാണ് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ ഉപദേശക പദവിയുള്ള NGO സംഘടനയാണ് ബ്രഹ്മകുമാരീസ്. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ വകുപ്പുമായും ചേർന്ന് പ്രവർത്തിക്കുന്നു. അനേക തരത്തിലുള്ള സേവനങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ ആത്മീയമായ മനസ്സിലാക്കലിനെയും ശ്രേഷ്ഠമായ കർമ്മങ്ങളെയും വിദ്യാലയം പരിപോഷിപ്പിക്കുന്നു. ഈ ലോകത്തെ കൂടുതൽ മനോഹരമായ ഇടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇവയെല്ലാം തന്നെ. വിദ്യാലയത്തിന്റെ മുഖ്യ ലക്ഷ്യം മാനുഷിക ജീവിതത്തിൽ സ്ഥായിയായ സുഖശാന്തിയും ജീവിത മൂല്യങ്ങളും ഊട്ടി വളർത്തുകയാണ്. ശരിയായ ചിന്തകൾ വളർത്തിയെടുത്ത് നന്മയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നൽകി ശ്രേഷ്ഠമായ പുതിയ സംസ്കാരത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. വിശ്വസാഹോദര്യം ഉണർത്തുകയാണ്. ഒരു വ്യക്തിയിലെ ആന്തരികമായ പരിവർത്തനത്തിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും പരിവർത്തനമാണ് ഈ വിദ്യാലയം ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാനായി നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ശാന്തി. നമുക്ക് നമ്മുടെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. വളരെ ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുകയാണെന്ന് അനുഭവം ചെയ്യും. ബാഹ്യലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് യാത്ര ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ഈ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്ന ഞാൻ ആരാണ്? ഞാനൊരു ദിവ്യ ശക്തി, ചൈതന്യ ശക്തി, ആത്മാവാണ്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ശരീരത്തിന്റെ അധികാരിയായ ആത്മാവ്. ശാന്തമായ മനസ്സ്, സ്വച്ഛമായ ബുദ്ധി, ശ്രേഷ്ഠമായ സ്വഭാവ സംസ്കാരത്തിന്റെ ഉടമയായ ആത്മാവ്. എൻ്റെ നാച്ചുറൽ നേച്ചർ, സ്വതസിദ്ധമായ സ്വഭാവം വളരെ പോസിറ്റീവാണ്, വളരെ ശ്രേഷ്ഠമാണ്. ഞാനൊരു പ്രകാശ ബിന്ദു, ചൈതന്യ ശക്തി, ശക്തിശാലി ആത്മാവാണ്. പ്രകാശ ബിന്ദുവായ എന്നിൽ നിന്നും 4 ഭാഗത്തേക്ക് ശക്തിശാലി വൈബ്രേഷൻ, പ്രകാശ തരംഗങ്ങളായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
ഞാനിപ്പോൾ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് സർവശക്തനായ പരമാത്മാവുമായി കണക്റ്റ് ആകുകയാണ്. വളരെ തേജസ്സോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിർബിന്ദുവായ പരമാത്മാവിനെ, ഈശ്വരനെ, ശിവബാബയെ ഞാൻ കാണുകയാണ്. ആ പരമാത്മാവിൽ നിന്നും എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ശക്തികളുടെ പ്രകാശ കിരണങ്ങൾ ഞാൻ അനുഭവം ചെയ്യുന്നു. ആ പ്രകാശ കിരണങ്ങൾക്കുള്ളിൽ ഇരിക്കുമ്പോൾ ഞാൻ റിഫ്രഷ് ആകുകയാണ്. റീചാർജ് ആകുകയാണ്. എന്റെ മനസ്സ് വളരെ ശാന്തമാകുകയാണ്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ സത്യത്തെ സ്വീകരിക്കുന്നതിനുള്ള ശക്തി വന്നിരിക്കുകയാണ്. എന്താണോ ഞാൻ കേൾക്കുവാൻ പോകുന്നത് അതിനെ മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുമുള്ള ശക്തി ഞാൻ മാസ്റ്റർ സർവശക്തനാണ്, സർവശക്തനായ ഈശ്വരന്റെ കുട്ടിയാണ്, ശക്തിശാലിയായ ആത്മാവാണ്. ഓം ശാന്തി. ഓം ശാന്തി. ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ഈശ്വരീയ ജ്ഞാനം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട്, ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് രാജയോഗി ബ്രഹ്മകുമാർ ഭാരതി മലയ ഭായിയാണ്. ഭാരതിബായി 25 വർഷത്തിലധികമായി ഈ ഈശ്വരീയ ജ്ഞാനവും രാജയോഗത്തിന്റെ അഭ്യാസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. ISROയില് ഫോർമർ സീനിയർ സയന്റിസ്റ്റായി ആണ് അദ്ദേഹം. ഭാരതിബായിയുടെ പ്രത്യേകത ഈ ഈശ്വരീയ ജ്ഞാനത്തിന്റെ, ആക്ച്വലി ഈശ്വരീയ ജ്ഞാനം തരുന്നത് പരമാത്മാവാണ്. നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നത് ഈശ്വരനാണ്. പ്യുവർ നോളജ് ആണ് തരുന്നത് ഈശ്വരൻ വന്നിട്ട്, സത്യമായ ജ്ഞാനം. അതായത് ഞാൻ ആരാണ്, ഈശ്വരൻ ആരാണ്, അത് സ്വയം ഈശ്വരൻ വ്യക്തമാക്കി തരുന്നു. അതുപോലെ തന്നെ ഈ കാലചക്രത്തെ കുറിച്ച് നമുക്ക് സ്പഷ്ടമാക്കി തരികയാണ്. അപ്പൊ അതിൽ ഞാനെന്ന പരമസത്യത്തെ മനസ്സിലാക്കുമ്പോൾ
വെറുതെ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ആ ആത്മാവെന്ന് പറയുന്ന ശക്തിയിൽ എത്രമാത്രം വാല്യൂസ് ഉണ്ട്, വെർച്യൂസ് ഉണ്ട്, പവേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം ഈശ്വരൻ നമുക്ക് മനസ്സിലാക്കി തരിക. ഈശ്വരൻ പരമാത്മാവ് നല്ലൊരു മനഃശാസ്ത്രജ്ഞനും കൂടിയാണ്. മനസ്സിന്റെ ശാസ്ത്രം പരമാത്മാവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് വളരെ സിമ്പിളായിട്ട്, വളരെ സഹജമായിട്ട്, ലളിതമായിട്ട് ഈശ്വരൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതാണ് ബ്രഹ്മകുമാരീസിൽ പഠിപ്പിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒന്നും കൂടി ലളിതമാക്കിയിട്ട് അതിന്റെ ഇത് സ്പിരിച്വൽ നോളജ് ആണ്. ഈ ജ്ഞാനത്തിന്റെ സയൻസും കൂടി നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കി തരാൻ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിത്വമാണ് നമ്മുടെ ഭാരതിഭായ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിന്റെ ആഴത്തിലേക്ക് പോയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ ഇടവരുത്തില്ല. അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരികയാണ്. അല്ലെങ്കിൽ നമുക്ക് ചോദ്യം വരുമല്ലോ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് മനസ്സിലാക്കിയത് കൊണ്ട് എന്താ പ്രയോജനം ഉള്ളത്, ഇതിപ്പോ ഞാൻ പ്രാക്ടിക്കൽ ആക്കിയത് കൊണ്ട് എന്ത് പ്രയോജനം. അപ്പൊ എല്ലാം നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് എല്ലാം സ്പഷ്ടമാക്കി തരുന്ന, അതും വളരെ സിമ്പിൾ ആയിട്ട്, എന്നാൽ വളരെ ആഴത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്നാൽ അതിലുള്ള സയൻസും കൂടി മനസ്സിലാക്കി തന്ന് വളരെ രസകരമായിട്ട് ജ്ഞാനം സ്പഷ്ടമാക്കി തരുന്ന ഒരു ശ്രേഷ്ഠ ആത്മാവാണ്, മഹാൻ വ്യക്തിത്വമാണ് ഭാരതിഭായ്. ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്ന, നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഭാരതിഭായിയാണ്. ഭാരതിഭായിയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഭാരതിഭായ്, വെൽക്കം. എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഓം ശാന്തി. ഓം ശാന്തി. വളരെ നന്ദി സിസ്റ്റർ. ആക്ച്വലി സിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് ബാബയുടെ ജ്ഞാനമാണ്, ഭഗവാന്റെ ജ്ഞാനമാണ്. നമ്മളതിനെ മനസ്സിലാക്കി നമ്മൾ കൂടുതൽ അതിനെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെഷൻസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവേഴ്സ് കുറിച്ചാണ്. ജിബിൻ ഭായ്, am I okay? Yes. Okay. Okay. Fine. I will try to share my screen actually. 1 minute. സ്ക്രീൻ കാണാറുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫൈൻ. സോ ഇന്നത്തെ വിഷയം we are going to talk about 8 powers to succeed in life എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So what is these 8 powers? ഇതിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളവർ നേരത്തെ രാജയോഗ മെഡിറ്റേഷൻ പഠിച്ചിരിക്കും, ചിലപ്പോൾ കോഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ റെഗുലർ ക്ലാസ് പോകുന്നവരായിരിക്കും, ആർ ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. Doesn't matter, anybody doesn't matter, but it's very important to understand first what this power means here actually, because power എന്ന് വെച്ചാൽ എന്താണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം.
there are many type of powers are there, but ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് actually, right? So one of the most important thing is just a minute. I had to stop the sharing 1 minute. I'll come back again actually. Okay, is my screen is visible? Yes, കാണാം. Okay, right. Right. So what is power? Power in which actually, right? So power in which basically we should understand it's a capacity. It's a kalivana or energy produced to apply and meet some demands of the situations as necessary. പരിസ്ഥിതി അനുസാരം നമുക്ക് ചില സമയത്ത് ചില ശക്തികൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ശക്തി ഉപയോഗിക്കേണ്ട എനർജിയാണ് നമ്മളിവിടെ പവർ എന്ന് പറയുന്നത് ആക്ച്വലി. ആൻഡ് ദ പവേഴ്സ് മേജറായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇന്റേണൽ പവർ, മറ്റൊന്ന് എക്സ്റ്റേണൽ പവർ. ഓക്കെ, സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ 2 തരത്തിലുള്ള പവേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് മാക്സിമം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റേണൽ പവർ. How to use this power within, നമ്മുടെ അകത്ത് ഇരിക്കുന്ന പവേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കണം, or how to use this power and face many situations. നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ ദിവസം ഡെയിലി റുട്ടീൻസ് ചെയ്യുമ്പോൾ വരുന്ന many things actually, right? So അതിനൊക്കെ ഫേസ് ചെയ്യാനെങ്കിലും അതിനെ നേരിടണമെങ്കിലും how can I use this power within me? And before that, what are those power within? Every individual, ഓരോ ഇൻഡിവിജ്വലും നമുക്ക് നോക്കുകയാണെങ്കിൽ we have some built-in powers ഉണ്ട്, right? So these built-in powers is defined in 2 ways. Basically, we are all human beings, right? So as a human being, നോക്കുകയാണെങ്കിൽ I am consist of 2 components ആണ്. എന്തൊക്കെയാണ്? ഒന്ന് ആത്മ, മറ്റേത് ഈ ദേഹം. രണ്ട് കോമ്പണന്റ് ആണ്. So one is soul, other one is body, right? So if I take this one and if I divide it, basically the soul or atma contributes internal power, and the body or the physical system contributes external power, right? So the soul power, the internal power, we have to understand built in every soul. Ella atmanadathum this power is built in. Idu nammal adyam arinjirikkanam. And most of you know by now that I am an energy being or I am a soul, right? Every one of us are metaphysical elements ആണ്. നമ്മളൊക്കെ ഒരു സൂക്ഷ്മമായിട്ടിരിക്കുന്ന ഒരു ശക്തിയാണ്, ആത്മശക്തിയാണ്. ആ ആത്മശക്തിയാണ് ഈ ശരീരത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ശരീരം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ this soul power is very important. Now
In that soul power, what is very important is what we can apply. നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പറ്റും, പ്രയോഗിക്കാൻ പറ്റും നമ്മുടെ ദിനചര്യങ്ങൾ നടത്തിച്ചെല്ലാൻ വേണ്ടി. Or to take care of our daily routines, what are the powers I need to apply? Okay, so this is something which we all have to note it, and we need to know how to realize it and also how to activate. അതിനെ എങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്യും, അതിനെ എങ്ങനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Right, so there are different powers are required to handle different situations, because നമ്മുടെ പരിസ്ഥിതി എങ്ങനെയുണ്ട് അതിൻ്റെ രീതിയിലായിട്ട് നമ്മൾ പല പവേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. Because the situations are changing, വളരെ ഡൈനമിക് ആയിട്ട് ചേഞ്ച് ആവുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മളുടെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ how I can able to really go with different powers. So this is something very, very important to understand first, because without understanding it is very, very difficult for you to first apply actually. Right. So one is supposed to know that these are all my powers and this can be utilized, right? So am I able to really understand first what my internal powers are? And the ശക്തികൾ എന്താണെന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, right? And if so, what are those powers actually, right? So let us go with first those 8 powers, what we call as 8 powers. What do these 8 powers means actually? Every soul, ഓരോ ആത്മാന്റെ അടുത്തും ഇങ്ങനെയുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം, right? Every soul has got these powers, 8 powers ഉണ്ട്. And it can be applied individually or in combinations. അത് ഒന്നിച്ച് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, based on the need. നമ്മുടെ ആവശ്യത്തിന്റെ രീതിയിലായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ഞാൻ ഈ പറയാൻ പോകുന്ന പവേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ, ദീസ് പവേഴ്സ് ആർ ഇന്റർകണക്റ്റഡ് ആണ്. ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് മറ്റൊരു ശക്തിയെ കൂടി ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അല്ലാതെ അത് മാത്രമല്ല, ഒരു ശക്തി ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു ശക്തിയുടെ ആവശ്യം കൂടി ഉണ്ട് ഇവിടെ. അങ്ങനത്തെ ചില കണ്ടിന്യൂറ്റി ഉണ്ട്, കണക്ടിവിറ്റി ഉണ്ട്. ബിക്കോസ് ദേ ഓൾ ബിലോങ്സ് ടു വൺ ഫാമിലി. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രയോഗിക്കണം. സോ ഈ പവേഴ്സ് എറ്റേർണൽ ആണ്, വിച്ച് മീൻസ് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് എപ്പോഴും നമ്മൾ തിരിക്കുന്ന ഒരു ശക്തിയാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം. യു ഷുഡ് ബിലീവ് ഇറ്റ് ഓൾസോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ആൾക്കാർ വിചാരിക്കും എനിക്കിങ്ങനെ അറിയാൻ പറ്റും ഈ ശക്തി ഉണ്ടോ എന്നുള്ളത്. As long as you know you are a soul, you are an embodiment of all these powers. ഇത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Because if you understand that I am a soul and I have some powers, then these 8 powers are embedded in you. നമ്മളുടെ അകത്ത് ഈ 8 ശക്തികൾ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അകത്തുള്ളതാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നുള്ളൂ. ബട്ട് അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ശക്തി എന്താണ്, റൈറ്റ്? ദേ ആർ എറ്റേർണൽ ആൻഡ് അത് നമ്മുടെ ആത്മാവിന് ഒരു പ്രൊട്ടക്ഷൻ പോലാണ്. ഓക്കെ, ഇറ്റ് ഇസ് ലൈക്ക് 8 പില്ലേഴ്സ് ആർ 8 ഫോർട്ട് എന്ന് പറയാം, ആർ 8 ഡോർസ്. ഓക്കെ, വാട്ട് എവർ യു കോൾ ഇറ്റ്. ആക്ച്വലി ഇറ്റ് പ്രൊട്ടക്ട്സ്. ആത്മാവിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? യാതൊരു ദുഃഖത്തിലിരുന്നും, യാതൊരു ഡിസ്ട്രെസ്, സ്ട്രെയിൻ, സ്ട്രെസ് ഏത് സംഭവിച്ചാലും അതിൽ നമുക്ക് ഇതിനെ കൊണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ പറ്റും. Once you know that these are my powers, if I can use it, I am very, very safe. ഈ പവേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ഏത് പരിസ്ഥിതി വന്നാലും ഏത് സിറ്റുവേഷൻ വന്നാലും എനിക്ക് സേഫ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റും, റൈറ്റ്? And if you learn how to use it, you become the master of these powers, right? All those powers are masters. You become masters of those powers. And every soul
has got all these powers. ഇത് നല്ലപോലെ മനസ്സിലാക്കണം, റൈറ്റ്. ആൻഡ് ഇങ്ങനെയുള്ള പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏത് പരിസ്ഥിതിയിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് യു ടു സർവൈവ് and gives ability to survive in any situations. Okay, and powers ഉപയോഗിക്കണമെങ്കിൽ there is no need for any material dependency. That is വളരെ important ആണ്, because it doesn't need that I need this ഇതൊക്കെ എനിക്ക് ഉണ്ടെങ്കിലേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ആ റോൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, എനിക്ക് ആ പൊസിഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഫിസിക്കൽ ലെവൽസിന്റെ ഡിപ്പെൻഡൻസി ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോർ ദിസ്, ബിക്കോസ് ദീസ് ആർ ആൾ മൈ ബിൽറ്റ് ഇൻ പവേഴ്സ് ആണ്, എൻ്റെ ആന്തരികമായിട്ട് അകത്തുള്ള ആത്മീയ ശക്തികളാണ്. അതുകൊണ്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഈസ് എത്രയും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രയും എനിക്ക് ഇതിനെ പ്രയോഗിക്കാൻ പറ്റും. So that is what is most important than anything else actually. So you need to practice to apply it actually. What to be practiced, how to practice it. Now we can move into what these powers are, right? Now I'll start with the first power to withdraw. What is this withdraw means actually? Withdraw means pinvalikkunna shakti. So ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ലൈക്ക് വാട്ട് ഈസ് ദിസ് പിക്ചർ ഈസ് ഒരു ആമയുടെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്, ടൊട്ടായിസ്, റൈറ്റ്. അതെന്താ ചെയ്യുന്നത് ആക്ച്വലി, വെനെവർ സിറ്റുവേഷൻസ് ആർ നോട്ട് ഫേവറബിൾ ആർ ഇറ്റ് ഈസ് നോട്ട് കൺഡ്യൂസീവ്, എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഷെല്ലിൻ്റെ അകത്ത് കൂടി കയറുന്നുണ്ട് ആക്ച്വലി, വിച്ച് മീൻസ് ഇറ്റ് ഈസ് withdrawing itself into a safe protective cell. Now power to withdraw is something which makes you first most important anytime any problems, any situations namukku face cheyanengil or any paristhiti or anything I have to come across anengil ആദ്യം ചെയ്യേണ്ടത് എന്താണ്, first and foremost thing is I should withdraw, right? When I withdraw, what I'm doing, അത് എനിക്കൊരു എബിലിറ്റി കൊടുക്കുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് മേക്സ് മീ ടു ഡിസെൻഗേജ്. ആ സിറ്റുവേഷനിൽ തന്നെ ഡിസെൻഗേജ് ചെയ്യുന്നു. ഐ എം ഓൾസോ ഡിസെൻഗേജിങ് ദ വേൾഡ് അറൗണ്ട് മീ, ദ സെൻസ് ഐ ആം ദർ ബട്ട് ഐ ആം മൂവിങ് ഇൻസൈഡ് ഫസ്റ്റ്. ഇത് ആദ്യം മനസ്സിലാക്കണം. ഐ ആം മൂവിങ് ഇൻസൈഡ് വെരി മച്ച്, ഓക്കെ. ആൻഡ് ഇറ്റ് ഡിറ്റാച്ചസ് ഫ്രം ദ സിറ്റുവേഷൻ and it helps me to understand the situation. It's like നമ്മൾ പറയുന്ന പോലെ 360-degree വ്യൂ നോക്കുന്നു. ഞാനിപ്പോൾ ഒരു പരിസ്ഥിതി വന്നു, ഒരു സിറ്റുവേഷൻസ് വന്നു, എന്ത് ചെയ്യാം, ചെയ്യുന്ന മുമ്പ് എന്ത് ചെയ്യുന്നു, ഞാൻ അതിൻ്റെ അകത്തുനിന്നോട് നോക്കിയാൽ എനിക്ക് ഒരു വശം മാത്രമേ കാണാൻ പറ്റൂ, എല്ലാ വശത്തും കാണാൻ പറ്റില്ല. അതുകൊണ്ട് വാട്ട് ഐ ഷുഡ് ഡു, ഐ ഷുഡ് ഫസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ് ആക്ച്വലി. എങ്ങനെ കം ഔട്ട് ഓഫ് ഇറ്റ്? ദാറ്റ് ഈസ് വെയർ യു ഹാവ് ദ ഇന്റേണൽ പവർ, വെയർ യു റിയലൈസ് that I am an independent soul and I am withdrawing from the situations right now internally. Okay, so this is a very important power. First you should apply it actually. You should detach from the situations, the role, and get the full view of the situations first. Yes, ഭാരതിഭായ് ഫസ്റ്റ് സ്ലൈഡ് തന്നെ ഇരിക്കുന്നത്, ശരിക്കാവുന്നില്ല. Oh, is it? That's what I asked, where I'm able to see everything actually. Okay. Not going, moving actually. ഇല്ല, മാറുന്നില്ല. ഇപ്പോൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഓക്കെ,
Now? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. സോറി, സ്ക്രീൻ കാണുന്നുണ്ട് ഇപ്പോ. കാണുന്നുണ്ടോ? വാട്ട് ഈസ് പവർ എന്നുള്ള സ്ലൈഡ് ആണ്. സ്ലൈഡ് മൂവ് ആവുന്നില്ല അല്ലേ? സ്ലൈഡ് ഫുൾ സ്ക്രീനും വരുന്നില്ല. ഇപ്പോൾ ഓക്കെ. ഫുൾ സ്ക്രീൻ വന്നോ? വാട്ട് ഈസ് പവർ എന്ന് പറയുന്നത് കാണുന്നുണ്ടോ ഇപ്പോൾ? Are you able to see it all? Yes, കാണാൻ പറ്റുന്നുണ്ട്. Okay. Sorry for the inconvenience, because I was not knowing whether you were able to see it or not. Okay, so this is what I was talking about it. It is classified into two ways, internal, external, and it is the power within what we are going to talk about more here. And as in every individual who has got the built-in powers, who has got the soul and the body, and we have two types of things. One is the soul, which is providing the internal powers, and the body, which is providing the external powers. Is it okay, Jibin bhai, so far? Yes, clear ആണ്. Okay. So the soul power is the built-in every soul. എല്ലാ ആത്മാവിനകത്തും ഈ ആത്മശക്തി എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് I need to realize and activate. Okay. And there are different powers are required to handle different situations. Right. So this means basically ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 8 പവേഴ്സിനെ കുറിച്ചാണ്. What are those 8 powers? What I need to discuss about it is what I'm going to tell now. And these 8 powers are there within every soul. എല്ലാ ആത്മാവിനകത്തും ഈ 8 ശക്തികൾ ഉള്ളതാണ്. And it can be applied individually or in combinations. Okay? Either individually or in combination. Because ഈ ശക്തികളെല്ലാം ഒന്നിനൊന്നായിട്ട് കണക്ഷൻ ഉള്ളതാണ് ആക്ച്വലി. അതുകൊണ്ട് they are eternal. Okay? They are eternal. എപ്പോഴും അവൈലബിൾ ആണ്. അവിനാശി ശക്തികളാണ് ഇതൊക്കെ. എപ്പോഴും അവൈലബിൾ ആണ്. ആൻഡ് അത് നമ്മുടെ ആത്മായുടെ ഒരു പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷൻസ് വന്നാലും, എനി സിറ്റുവേഷൻസ്, എനി ഡിസ്ട്രസ്, എനി ദുഃഖം, എനി സംഭവം ഉണ്ടായാലും അതിനെ ഫേസ് ചെയ്യാവുന്ന എബിലിറ്റി വിൽ ഗെറ്റ് ഇറ്റ്. വിൽ ഗെറ്റ് എബിലിറ്റി ടു സർവൈവ് ഇൻ എനി സിറ്റുവേഷൻസ് ആണ്. ആൻഡ് there is no material dependency to apply these powers. വളരെ important ആണ്. There is no need for any material dependency, which means പുറത്തുള്ള physical materials ന്റെ dependency ആവശ്യമില്ല. Because these are all my metaphysical powers ആണ്. അകത്തുള്ള ശക്തികളാണ്. അതിനെ ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. The only thing what is required is I need to practice. അതിനെങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. എത്രയും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രയ്ക്കും എനിക്കിത് എളുപ്പത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഐ ക്യാൻ അപ്ലൈ വാട്ട് ഈസ് റിക്വയർഡ് അറ്റ് ദ ഗിവൺ ടൈം. ഓക്കെ, നൗ ലെറ്റ് us see the powers one by one. The first and the most important power is any പരിസ്ഥിതി വരാണെങ്കിൽ, any situations വരാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ സിറ്റുവേഷൻ്റെ അകത്തിരുന്നുകൊണ്ട് അതിനെ ഫേസ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൽ നിന്ന് മാറിയിരുന്നതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. I can get the full view of the problem. So to do that one, the first and foremost thing is I am withdrawing from the problem. In the sense, internally I am pulling myself first as a soul and then trying to analyze. It's like ഒരു ടോട്ടോയ്സ് എങ്ങനെയാണ് പരിസ്ഥിതികൾ ഡിസ്റ്റർബൻസ് വരുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സെൻസ് ഓർഗാൻസിനത് ഇന്റേണലായിട്ട് വലിച്ചെടുക്കുന്നു. റൈറ്റ്? then it covers with a protective cell. അതുപോലെ തന്നെ ആത്മ can simply go inward, inward looking. It can go inside and then look at the situations completely.
without the influence of the situation influence allada than eniki aa paristhithiyil nokkan pattum if I withdraw. And this is very important so that it gives me to get the full view of the problem so that I can try to find out what I should do for that. And this is a very important point. Normally എന്ത് ചെയ്യുന്നു വിചാരിക്കാതെ തന്നെ നമ്മൾ അതിനെ റിയാക്ഷൻ മോഡിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ worrying മോഡിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ hurrying, I don't know what to do, next, tension. So instead of that, if you are really practicing your powers, what you do first, you calm down yourself, withdraw, look at it, where is the problem now, right? And then you also try to use what you have it. So you try to do a backup, and this is called the power to backup. This power to backup gives the ability to bring things to an end. അതായത് നമ്മുടെ ആ disturbance, whatever is there, you are trying to move out, and whatever you have it, നമ്മുടെ അകത്ത് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നമ്മൾ integrate ചെയ്യുന്നു, ഒന്നിച്ചു കൊണ്ടുവന്ന് വെച്ചു. And we stop all wasteful thinking actually first. Internalize അല്ലെങ്കിൽ whatever wasteful thinking, those are all I am just getting it away, right? Stop all wasteful thinkings, and it helps me to power to gather all the things what we possess and move ahead, ready to now move with the things actually, right? So this is power to back up. This is also we have, every one of us has it actually. That means I am ready to now get into the field and then face the situations, which means എന്നെ ഞാൻ റെഡി ആക്കുകയാണ് ആ സിറ്റുവേഷൻസിന് വേണ്ടി. എങ്ങനെ ഞാൻ റെഡി ആക്കുന്നുണ്ട്, which means first I am moving inside, then knowing my resources, what is there, I am packing up everything, then getting into the situations now. And while getting into the situations, now I am very clear, right? This is what I should face it actually. That means now I am trying to use, എന്താ ഉപയോഗിക്കാൻ പോകുന്നത് ഞാൻ, I am trying to use the power to judge. Right? What kind of problems are there, and how to face these problems? Right? To face these problems, before that I should know how to judge it actually. എങ്ങനെ നിർണ്ണയിക്കുന്ന ശക്തി ഉണ്ടെന്നില്ലേ, ഈ നിർണ്ണയിക്കുന്ന ശക്തി എന്ത് ചെയ്യുന്നു actually, it gives me the ability, the quality of choices what I have it. Because നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഏത് പരിസ്ഥിതി വരാണെങ്കിലും അതിനെ കുറിച്ച് നമ്മൾ തീരുമാനിക്കുന്ന വേണ്ടി നമുക്ക് കുറച്ച് ചോയ്സസ് നമ്മൾ മുമ്പുണ്ട്. ഓക്കെ, അപ്പൊ ആ ചോയ്സസ് എന്തൊക്കെയാണ്, ആ ചോയ്സസിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ആക്ച്വലി, അതിന്റെ ചോയ്സസിന്റെ പേരിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നുണ്ട്, ആ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ആക്ഷൻ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ ചോയ്സസ്, ഡിസിഷൻസ്, ആക്ഷൻസ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ പവർ ടു ജഡ്ജ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഐ ഷുഡ് ബിക്കം മൈ ഓൺ ജഡ്ജ്. ആദ്യം ബിക്കം യുവർ ഓൺ ജഡ്ജ്. Because if you judge yourself properly only, you can start judging others also properly. Okay, ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. So become your own judge is very important actually. So that ഇത് എന്തുകൊണ്ടാണ് നമ്മൾ നിർണ്ണയിക്കുന്നത് നമ്മളെ കുറിച്ച്, so that it is an opportunity for me to change. Because any situations വരാണെങ്കിൽ ആദ്യം എനിക്ക് എന്താണ് ചെയ്യേണ്ടത് actually, am I really doing the things right way or wrong way, right? Correct or good or bad, what I'm doing it, I don't know, right? So that if I judge properly me, then it gives me an opportunity to change my way of approach. ആ പ്രോബ്ലത്തിന്റെ പരിസ്ഥിതി എങ്ങനെയാണ്, അതിനെ എങ്ങനെ ഞാൻ അணுകണം, എങ്ങനെ അതിന്റെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. So once I do this one, it gives me a better idea into my intellect. Okay, so it shapes my intellect actually. I become very, very clear about, yeah, this is what is required here actually. And when you do these things, ഏതാണ് നമ്മൾ ഗുണം ഉപയോഗിക്കുന്നത് വെച്ചാൽ, we all have the power to determine, okay, determine that I should first check myself clearly, because എൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം തെറ്റ് വരാൻ പാടില്ല. So that then what happened is, my way of telling and whatever I am giving it will be acceptable to everybody actually.
So that way you will do a determined and unbiased in analysis actually. So this is one of the most important power which we all should know, that നിർണ്ണയിക്കുന്ന ശക്തി നമ്മുടെ അകത്തുള്ളതാണ്. അതിനെക്കുറിച്ച് ഉപയോഗിച്ച് നമ്മളെ കുറിച്ച് ആദ്യം നമ്മൾ നിർണ്ണയം ചെയ്യണം. Once I judge myself properly, then it is easy for me to my position in the judge and then the situations എങ്ങനെയാണ് അതിനെ എങ്ങനെ ഞാൻ നേരിടണം, how I could go with that ഉള്ളത് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി I also need to use another power which is called power to discriminate, എന്ന് വെച്ചാൽ തിരിച്ചറിയുന്ന ശക്തി. Right? Which means here it is very important for you. It is gives an ability. ഇതെന്താ ചെയ്യുന്നു വെച്ചാൽ ഈ പവർ ഉപയോഗിക്കുമ്പോൾ I get a very സൂക്ഷ്മമായിട്ടൊരു എബിലിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. What is that ability? It makes me to see the situations and separate from the situations. ഇതിൽ സത്യം എന്താണ്, അസത്യം എന്താണ്, right? What is true and what is false. ഇത് രണ്ടും കൂടി എനിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. This power is the most important power where I try to first differentiate the situations. ആ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം മനസ്സിലാക്കി this is സത്യമാണ്, ഇത് അസത്യമാണ്. ഈ ക്ലാരിറ്റി tells me then what is right and what is wrong based on deep reflection. മനസ്സിലായില്ലേ? I am trying to reflect. Okay, now this is what is happening actually, right? Now ഇത് സംഭവിക്കേണ്ടതാണ്, പക്ഷെ സംഭവിക്കുന്നത് പറയുന്നത് ഇതാണ്, which means this is true and this is false. You yourself can think of in your life many situations would have come where നമ്മൾ മനസ്സിലാക്കിയില്ല ആദ്യം ഇത് സത്യമാണോ അസത്യമാണോ, അത് തന്നെ നമ്മൾ കൺഫ്യൂഷൻ ആകുന്നുണ്ട് പലപ്പോഴും. ബട്ട് ആക്ച്വലി കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല നമുക്ക്, പ്രൊവൈഡഡ് I go deep within me and try to bring that situations with a clear intellect. When I keep my intellect very clear, unbiased, sharpened, then എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും this is right and this is wrong. So that ഈ ശക്തി എനിക്ക് നല്ല പോലെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. This will help in decision making, right? This will help me in clear cut decision making and this will also sharpen my നേരത്തെ പറഞ്ഞ ജഡ്ജ്മെന്റ് പവർ നാച്ചുറലി. അപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഒരു കാര്യം ജഡ്ജ്മെന്റ് ചെയ്യാനെങ്കിലും ആദ്യം എനിക്കിതിനെ തിരിച്ചറിയണം ക്ലിയർ ആയിട്ട്. സോ ഐ ഷുഡ് യൂസ് ദി കോമ്പിനേഷൻ ഓഫ് both discriminate as well as judgment to decide and make a proper decision, and so that a proper action can be taken for that situations. This is very very important. That's why I said sometimes ഈ powers നമ്മൾ individual ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ what is more important is I should know that clearly I am detached and I'm trying to clearly understand the situations and I'm using my internal resources. I packed it up, I'm ready, and then I'm trying to analyze ഈ പരിസ്ഥിതി എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നുണ്ട്. അനലൈസ് ചെയ്ത് ഇതിൽ ഏതാണ് തെറ്റാണ്, ഏതാണ് റൈറ്റ്, ഏതാണ് which is സത്യം ഏതാണ് അസത്യം ഏതാണെന്നുള്ളത് മനസ്സിലാക്കി then I go with a deep reflection and then I call for a decision. അങ്ങനെ ആ ബേസിസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ then what happened is all my thinking, all my thought process is really controlled, and I will not get into very violent decisions or wild decisions, which means I will not make my decision process such a way that okay,
this is what is to be done, or urge, or whatever it is. I will not do those kind of things any time actually. So that this is something very, very important for me to understand first. Because many times we yield to the pressure of the situations. We yield to the kind of influence the situation is giving it. അപ്പോൾ അതിൽ ആ പ്രഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ഈ പവേഴ്സ് ഉപയോഗിക്കുന്നതിൽ വീക്ക്നെസ് ഉണ്ടാവും. Okay, which means we are really seeing outer sceneries more than the internal resources what I have. എൻ്റെ അകത്തേക്കുന്ന റിസോഴ്സ് ഉപയോഗിച്ച് ഞാൻ നോക്കാതെ what I am seeing it outside, I am believing it and then simply going based on those things. But if I really go deep inside, I will get a very better picture about what is the reality, and then I can take a call on that. So this is where many times നമ്മൾ ഈ ശക്തികൾ മനസ്സിലാക്കാതെ what I see and what I go is what we call as reactive mode of actions, which means I'm just seeing the things and then jumping into some conclusions actually without much analysis into that. Why I'm not able to analyze? Because I got entangled with the situations. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻസിന്റെ പരിസ്ഥിതിയിൽ ഞാൻ പെട്ടുപോകുന്നുണ്ട് actually. So when I got into the situations and got into the influence of the situations, then I lacked the power to completely view that. I lacked the power to completely analyze it, and I lacked the power to differentiate, right? What I should look into, what I should not look into actually. So അത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ, തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, I may be working on the false facts many times. അസത്യമായിട്ടുള്ള ആ fact, this is not a fact, but it's a false fact. അപ്പോൾ ആ false factuമായിട്ട് ഞാൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ my result will not be correct. And my decision making based on those false facts will lead to many times, അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, we may lead to failures. So this is very, very important to understand that where I am going wrong sometimes, right? നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ട്, ഞാനെല്ലാം നോക്കിയിട്ടല്ലേ ചെയ്തു, എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്തു, പിന്നെ എങ്ങനെയാണ് തെറ്റ് വന്നു, പിന്നെ എങ്ങനെയാണ് അവർ ഇതിനെ മനസ്സിലാക്കിയില്ല. The reason is you are not used these powers in the true sense. If you are using anything based on material dependency and other things, we are likely to get biased by our decisions. If you really use your internal consciousness, consensus, what we call, right? If you use that more and more in driving your decisions, you will not go wrong 99% of the time. But this, if you really try it out, if you apply it and you practice it, you will really know that fact actually. നിങ്ങൾക്ക് ഏതെങ്കിലും ലൈഫിലുള്ള പരിസ്ഥിതി ഉണ്ടെങ്കിൽ അതിനെ you bring out, visualize and check why in the situations I could not take the right decisions, why I went into upheavals, right? എന്തുകൊണ്ടാണ് എനിക്ക് ഹൾച്ചൽ ഉണ്ടായത് ആക്ച്വലി, എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിൽ ഒരു സ്ഥിരമായിട്ടുള്ള കണ്ടീഷൻസ് വരാതെ പോയത് ആക്ച്വലി, why I was not stable in those conditions actually. It's all because I lack in the powers what I need to apply. ഏത് ശക്തി ഉപയോഗിക്കുന്നു ആ ശക്തി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്ന പരിസ്ഥിതി വന്നുകൊണ്ടാണ് I was not stable, right? So അതുപോലെ തന്നെ when I move forward further, it's very, very important. The another power to use it is power to cooperate. What is this power to cooperate basically? This is also another ability which gives attention, time, and my experience as well as my wisdom
in the service of others and to work alongside them actually. എന്ന് വെച്ചാൽ എനിക്ക് ആ പരിസ്ഥിതി മനസ്സിലായി, സിറ്റുവേഷൻസ് മനസ്സിലായി, റൈറ്റ്, ഞാൻ എന്താ ചെയ്യുന്നുള്ളത് മനസ്സിലായി ആക്ച്വലി. ബട്ട് ഐ ഹാവ് ടു നൗ ഡു with the cooperation actually. Without cooperation, if I do it, then I may not be succeeding sometimes, right? So in order to even give cooperation, what is required actually? What is required actually? I need to have the ability to pay the attention and give my time, and also I bring all my resources of experience, what experience I have it, and what wisdom I have it actually, right? And then adinu upayogichu njan endu cheyanu, I serve to others and I also work along with them actually. avaroda kuda njanum kudi enda oru sahyogam kudi kodukum. It's like what you are seeing in this figure, something like if you want real mountain, 1 or 2 is not sufficient actually, right? You need so many things to build up, so many things joined together. Even a mountain can be lifted very easily actually, right? So that is the power of cooperation actually. And what you are trying to do cooperation actually, cooperation is the objective endana, end result endairikkanam actually. End result is everybody should be happy, right? So that kind of cooperation, if you want to give it, which means that cooperation gives a new world of happiness, which means I try to do my cooperation without any expectations. The goal is basically resolve and bring happiness to all, right? And if you want to do those things, certain virtues also very important actually there. You cannot cooperate just like that, right? Unless you have these qualities within you, then only our cooperation will become very successful. Nammude cooperation successful aganengil, I should be egoless first, which means I must remain humble in order to adjust and cooperate with all. Because when you come in group, when you come together, which is the situations in our life, maybe a family situation, maybe office situations, or maybe a group work, whatever it is, what is basically happening is what we call in Raj Yoga terms sanskar clash, we say actually, right? Which means one attitude of a soul doesn't match with the attitude of other soul, right? So there is a differences, there is a clashes happening actually. Why? Because somebody thinks what I am saying is only right. So which means the other fellow feels that why I am not right, right? So this kind of clashes happening because of mere ego, right? Why not? I am only right. You are not right. Like that, if you put into arguments or feeling that you are great, others are not so, anganulla vicharangal, anganulla thoughts, if it builds up, what happened is this kind of thoughts is changing my attitude of cooperation. ഞാൻ ഏത് രീതിയിലാണ് കോപ്പറേഷൻ ചെയ്യാൻ വിചാരിക്കുന്നു അതിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ തന്നെ ചേഞ്ച് ആയി പോകുന്നുണ്ട്. So that is why the first and foremost thing is I must be egoless, I must listen, and I must put my things also into that. The moment you do with the love and you do with the listening, and then you add your things in a humble way, it will always be received well. Because how I give it, that's what I am going to take it. ഞാൻ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ ഏത് എനർജിയിലാണ് കൊടുക്കുന്നുണ്ടോ ആ എനർജീൻ്റെ ബേസിസിലാണ് അതെനിക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Even when I want to apply this power of cooperation, I must prepare to give cooperation based on these fundamental qualities that I am egoless, right? I am egoless. നിരഹങ്കാരിയായിട്ട് ഇരുന്നുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റും.
അഹങ്കാരം എന്തെങ്കിലും ചെറുതെങ്കിലും ഉണ്ടെങ്കിൽ ആ എനർജി ദാറ്റ് ഈസ് എ നെഗറ്റീവ് എനർജിയാണ്. അത് എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യം എങ്ങനെ ചെയ്താലും അതിൽ ഇത് മിക്സായി പോയാൽ you may feel that I'm trying to cooperate, but these guys are not listening. You will feel it's because the energy what you are given there, avada kurichu some mixing happened, and that mixing removes the benefit what you are trying to offer. നമ്മൾ എത്ര ബെനിഫിറ്റ് കൊടുക്കാൻ നോക്കിയാലും ആ ബെനിഫിറ്റിനത് കളയും. So that is why these powers, which is very, very, very powerful, but if it has to be applied in the right way, ഇതിന്റെ പ്രോപ്പർ രീതിയിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ you will not really get the benefit of it. So that's why I said in the beginning, it need to be practiced to apply it, right? So അതിനു വേണ്ടിയാണ് ഇതിന്റെ രീതിയിൽ അപ്ലൈ ചെയ്യാനെങ്കിൽ ആ രീതിയിലുള്ള കോൺഷ്യസ്നെസ്സും നമുക്ക് വേണം. Right. This consciousness comes up only by practice. Otherwise, at surface level, it looks to be nice, but it is not practicable. If you want to really cooperate and bring a new world of happiness, you need to apply it with attention, right? And you should also give your resource nishwarth, the sense without any kind of selfish nature into that, which means without anticipating any benefit for you in this actually. Why? Because നമ്മൾ എത്രയും നിസ്വാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടോ ആ കാര്യത്തിൽ എത്രയും അത് ബെനിഫിഷ്യൽ ആയിട്ട് പോകുന്നുണ്ടോ അത്രയ്ക്കും അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. ദിസ് ഇസ് ദ law. As per this law, whatever I give it, I have to get it, right? അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഞാൻ എത്രയും ഞാൻ നിസ്വാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എത്രയും ഞാൻ കൊടുക്കുന്നുണ്ടോ അത്രയ്ക്കും എനിക്കത് തിരിച്ച് കിട്ടിയേ പറ്റൂ. So I don't have to expect anything there, but what I am supposed to get, I will get it automatically. So there is a difference on it. If I set expectations and then start giving it, then our resources limited. But if I don't set the expectations and I have the knowledge very clearly that what I will do, and I will give unlimited way. I don't put in limits. So the more I give unlimited way, the more I give best cooperation, I receive also the best cooperation. You all have to try this. Even try it in a family, try it in a circle where you are very well connected. So you will see the result of it very clearly. Okay, so this is another very important power to cooperate, right? And another power, very, very important, when you are trying to cooperate, it's also very important. You will come across different types of people, right? So if you want to move along with the different type of people, what you need is accommodate or adjust, right? I need to adjust with different people, right? I should know that, which means for accommodation or for adjustment, most important thing is I need to first accept them actually. This power to accommodate in the chain actually, it makes me very broader actually, right? It makes me to expand and accept the presence, ideas and desires of others also actually. With the open mind I look at that actually. Very important, because നമ്മുടെ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയാസും മറ്റവരും ലിമിറ്റ് ചെയ്യും. Because I am creating now a very open, expand and accept everybody whoever is there, ആരായാലും അവരുടെ presence, അവരുടെ ideas and those desires. Like it is like
if you see this small picture, it says a river which goes into very different routes, bending here and there like that, actually, which means what? It tries to fit into all situations. It remain without altering its own characters, its own remain original actually. I have to become a moldable personality. So moldability is very important. പല പരിസ്ഥിതികൾ പല സിറ്റുവേഷൻസ് നേരിട്ടാൻ വന്നാലും ഐ ഷുഡ് നോ ഹൗ ടു മോൾഡ് മൈസെൽഫ് വെരി ക്ലിയർലി ആക്ച്വലി. അപ്പൊ എത്രയ്ക്ക് എനിക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയ്ക്കും എനിക്ക് ഐ എം ഏബിൾ ടു അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ് ആക്ച്വലി. സോ വിച്ച് മീൻസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇസ് വാട്ട് ഹിയർ, ഓരോരോ ആത്മ അവരവരുടെ പാർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി, റൈറ്റ്? ആൻഡ് ദേ ആർ റൈറ്റ് ആസ് പെർ ദെയർ പാർട്ട്. അവരുടെ പാർട്ട് അവർ അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സത്യം ആദ്യം എനിക്ക് മനസ്സിലാക്കണം. സോ ഇഫ് ഐ ഹാവ് ടു അപ്ലൈ ദിസ് അക്കോമഡേഷൻ, ഐ ഷുഡ് നോ ദ ട്രൂത്ത് ഓഫ് എവറി സോൾ ഇസ് പ്ലേയിങ് ദെയർ റോൾ വെരി അക്യുറേറ്റ്ലി. അവരവരുടെ പാർട്ട് അവരവർ അക്യുറേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. സോ ഐ നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ് ഫസ്റ്റ്. സോ യു നീഡ് ടു അക്സെപ്റ്റ് എവറി വൺ ആസ് ദേ ആർ. അവരെങ്ങനുണ്ടോ ആ രീതിയിൽ തന്നെ ഫസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, അക്കോമഡേറ്റ് ചെയ്യണം ആക്ച്വലി. സോ വൺസ് ഐ അക്കോമഡേറ്റ് വിത്ത് ദിസ് വ്യൂ, with this good view about them, then what happened is I can communicate with them what is really required. Allada, if I set conditions and based on these conditions I'll accept you, otherwise I don't accept you, child, it is only conditional acceptance. But power to accommodate in the chain of child, it makes me to become unconditionally accept everyone. Because here I should understand the broader truth. Everyone, that's where the view how I am taking in everyone is very important. Everyone is a soul like me. എന്നെ പോലെ തന്നെ മറ്റെല്ലാവരും ആത്മാവാണ്. അപ്പോൾ ഓരോരോ ആത്മയ്ക്കും they have their own part to play, right? When they try to play their part, what's happening? They accordingly, their wisdom, their knowledge, their ideas, whatever it is, they'll put it actually. So if I am a soul which I can understand this truth, then I will also listen to that clearly. And then objective and that, for what objective we are meeting actually. ആ ഒബ്ജക്റ്റീവുമായിട്ട് ചേർന്ന് പോകുന്ന ഐഡിയ ഏതാണ് ബെസ്റ്റ്, ഐ വിൽ യൂസ് മൈ പവർ ടു ജഡ്ജ് ക്ലിയർലി. Once I accommodate, then I can judge clearly because I have the power to judge, as I said earlier, right? And I also discriminate, right? Idil edakkiyanu true facts, edakkiyanu false facts, right? Very easily I can discriminate those things actually. Then I can move along with it and I can put forward the views very clearly. See, this is kind of an art on the powers of this is also kind of an art on because where there the goal is very important, not the person is very important actually here. Who is telling this is not important. What he is telling is very important. Many times person bias ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, റൈറ്റ്? ബിക്കോസ് ഓഫ് മെനി റീസൺസ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അതിൻ്റെ രീതിയിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് മൂവിങ് ഫോർവേഡ് ആൻഡ് ട്രൈ ടു കീപ് ദിസ് ഡിഫറൻസസ് വിത്തിൻ അസ്, ദെൻ ട്രൈ ടു അക്കോമഡേറ്റ്, ഇറ്റ് ഡസൻ സസ്റ്റെയിൻ ലോങ്. ബിക്കോസ് ഒരു സമയം എന്താണെന്ന് വെച്ചാൽ ആ ഡിഫറൻസ് ഗ്രോ ആകുമ്പോൾ ദെൻ ഐ വിൽ ബിക്കം സെപ്പറേറ്റഡ് ഫ്രം ദം ആക്ച്വലി. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, knowing that they are like that, I am like this is our sanskars, this is our natural sanskars, but then the goal is basically what I need to achieve some result. Our result in the basis is I am cooperating, I am accommodating, moving forward. For which, what is essential? I need to accept. ഓരോ ആത്മ എങ്ങനെയുണ്ടോ അതിന് ഞാൻ അങ്ങനെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യണം. The more I start accepting it, the more I can able to move along with them. I hope so far what I'm talking is clear.
Jibin bhai, I mean, so if you can send it in the chat box. Jibin bhai, you can consolidate and tell me the questions if anything is there. Yes. Okay. Yeah. Okay, so we come up to power to accommodate. Started with power to withdraw, power to back up, right? And power to judge, power to discriminate, power to accommodate, right? Or power to cooperate as well as power to accommodate. And now moving forward, the next power, which is also very, very important power, which is deciding my way of doing the things. So far, it all decides about my way of analyzing, my way of approaching the situations. Now, these powers are telling me how I'm going to do the things actually. So, this is power to face, which is when situation comes, it gives the ability to confront and how to resolve external and internal obstacles. പുറത്തിരുന്ന് വരുന്ന വിഘ്നങ്ങളായാലും അകത്തിരുന്ന് വരുന്ന വിഘ്നങ്ങളായാലും അതിനെ എങ്ങനെ ഞാൻ റിസോൾവ് ചെയ്യണം, right? And it also tests me how I am able to solve these problems, how I am able to face these problems without getting stuck with that, without any fear, without any kind of upheavals, halchal, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാതെ സ്റ്റേബിളായിട്ട് എനിക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആൻഡ് എത്രമാത്രം എനിക്ക് ചലഞ്ചസ് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ജീവിതത്തിൽ എല്ലാവർക്കും ചാലഞ്ചസ് ഉണ്ട്. ആക്ച്വലി ദർ ഇസ് നോ വൺ ഇൻ ദിസ് വേൾഡ് വിത്തൗട്ട് ചാലഞ്ചസ്. എവ്രിബഡി ഹാസ് ഗോട്ട് ചാലഞ്ചസ്. ഓൺലി അവരവർക്ക് വരുന്ന ചാലഞ്ചസിൻ്റെ ഡയമെൻഷൻ വേരി ആയിരിക്കും. Challenges what I face may be different from the challenges what you are facing actually, right? But we are all having challenges, right? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, അതുപോലുള്ള പരിസ്ഥിതികളും അതുപോലുള്ള സിറ്റുവേഷൻസും വരാണെങ്കിൽ, കൺഫ്രണ്ട് ചെയ്യണമെങ്കിൽ, മീൻസ് അതിനെ നേരിടണമെങ്കിൽ, and I should resolve it, means this power to face is built within me. And what is very, very important is, if we want to face this kind of things, the most important virtue or one of the attribute, I need to be more brave or courageous, ധൈര്യം. എൻ്റെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴും ധൈര്യം ഇരിക്കണം, so that I can cross, when I cross many difficulties also, I should maintain that courage. Situations, variations, ഡൈനമിസം, വരുന്ന പ്രോബ്ലത്തിൻ്റെ വേരിയേഷൻസ്, ഡൈനമിസംസ്, പുറത്ത് കാണിക്കുന്ന ആ വേവ്സ്, ഇതൊക്കെ നോക്കിക്കൊണ്ട് ഐ ഷുഡ് നോട്ട് കോസ് ഓസിലേഷൻസ് ഇൻസൈഡ്. എൻ്റെ അകത്ത്, മനസ്സിൻ്റെ അകത്ത് അപ്പ് ഡൗൺ ആകാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ദ പ്രോബ്ലം മേ കം ഇൻ എ വെരി ഫോഴ്സ് വേ, ബട്ട് ഐ ഷുഡ് മെയിൻറ്റെയിൻ മൈ കറേജ് so that I can be listen to the conditions or see the situations in a peaceful way actually. And power comes, this power comes when only when I speak with the truth in our words and actions actually. Means when I confront any situations, ശരിക്കും മനസ്സിലാക്കണം, I should speak only truth in our words and actions. And please remember, that's why I said this powers, when I use it, ഇതിൻ്റെ ബേസിസിൽ വരാണെങ്കിൽ I should also know how to discriminate very clearly. അതിൽ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ രീതിയിലായിട്ട് I also have to speak only truth very clearly, because the more I go with the truth, it gives me more strength to face the problem, because I know സത്യമേ വിജയതേ, സത്യം എപ്പോഴും വിജയിക്കും, എനിക്കറിയാം, right? And false can show some kind of false victory for a temporary moment ആണ്, ബട്ട് സത്യം എന്തായാലും ഒരു ദിവസം പുറത്താകും. അത് മാത്രമല്ല, സ്പിരിച്വാലിറ്റിയിലുള്ളവർക്ക് മനസ്സിലാവും, കർമ്മ ഇസ് വെരി വെരി പവർഫുൾ ആണ്. സത്യത്തിൻ്റെ ബേസിസിലാണ് കർമ്മത്തിൻ്റെ ലാ ഉണ്ടാവുക. സോ ആസ് ഐ ആം ട്രൂത്ത്ഫുൾ,
the karma what I do also will give me the benefit accordingly. ഞാൻ എത്രയ്ക്കും തെറ്റാവുന്നുണ്ടോ false ആവുന്നുണ്ടോ അത്രയ്ക്കും I will also get punishment. So which means the more I am truthful, the more I am courageous, and the more I can face any situations. I will get the courage automatically. Because സത്യം മനസ്സിലാക്കിയവർ, സത്യമായിട്ട് പോകുന്നവർ എപ്പോഴും യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. Because you will always have the power to fight it, resolve it. So you will be always can overcome any kind of obstacles. അത് പുറത്തിരുന്ന് വരുന്ന obstacle ആയാലും മതി, അകത്തിരുന്ന് വരുന്ന obstacle ആയാലും, any kind of test papers, it can be challenges, any kind of challenges, right? നമ്മളിപ്പോൾ present days we are facing many the world is becoming more and more complex now. World in the പരിസ്ഥിതി ഒരുപാട് complex. Pala situations, pala parameters are there which nobody can predict. As we are going forward, our life itself becomes unpredictable, which means we should have this power to face these unpredictable situations, right? Because if you really see it, then this is where your knowledge about knowing these powers, knowing the truth, and using the power of truth to face any situations and become victorious is very, very important. So remember, these powers are within us, and we should know when to use it properly. Modern power, which is the 8th power, which is called the power to tolerate. Right. So this is where many times we face problems, right? And this power is something which is many of us feel that we have it, but really many of us are lacking in this power also. Please understand, tolerance is different from patience, right? Tolerance unlimited. Patience is also good, but patience is important to maintain tolerance. Sometimes what happened is it puts a limit. It says, that's why people used to say, don't test my patience, right? Which means after so many times something is happening, what one time control. But tolerance, if you're really applying a power of tolerance, then it is an unlimited power. So what it says, ഇത് നമ്മുടെ ability to respond to internal events or external events. പുറത്തിരുന്ന events ആയിരിക്കും, അകത്തുനിന്ന് events ആയിരിക്കും. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? I should respond very positively. എന്ന് വെച്ചാൽ what it means by responding positively? My response should not affect anyone, which means my response should not respond in the right manner such that we should not give any pain or hurt to other person. Is it possible? Possible? Gives you that ability actually. This is one of the most special and useful powers of the soul, tolerance power. ഈ പവർ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ very happy. But this power doesn't come just like that. It also needs the support of other powers, what we discussed before, right? But this power is one of the most dominant power. It doesn't mean you can't react.
വെച്ചാൽ എന്നെ എനിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരുത്ത് മിണ്ടണ്ട, ഐ ഡോണ്ട് റിയാക്ട്. നോ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. അതല്ല ടോളറൻസ് ആക്ച്വലി. ബിക്കോസ് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ യു ആർ ഓൺലി ട്രൈങ് ടു don't show your disturbances to others externally, but നിങ്ങൾ അകത്ത് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നു. യു ആർ അകത്ത് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നു, ബട്ട് പുറത്ത് നിങ്ങൾ ആ ഡിസ്റ്റർബൻസ് കാണിക്കാറില്ല. ഓക്കെ, സോ യു ആർ ടോളറേറ്റിംഗ് ഇസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ്, ദാറ്റ് ഇസ് നോട്ട് കോൾഡ് ടോളറേറ്റിംഗ്. ബിക്കോസ് ടോളറേറ്റിംഗ്, സം പീപ്പിൾ സേ ദാറ്റ് നോ, ഐ എം ഹൗ മച്ച് ഐ എം ടോളറേറ്റിംഗ് എന്ന് വെച്ചാൽ അവർ ദുഃഖിക്കുന്നു, അത്രയും പെയിൻ അനുഭവിക്കുന്നു ആക്ച്വലി. സോ ദാറ്റ് ഈസ് നോട്ട് ദ tolerance what I'm talking here. Here when I say tolerate, which means you are responding to those situations. Aa paristhithi, different situations, difficult situations undengilum you are responding in the right manner so that enikkum pain undagunnilla, mattorukkum adu pain undaakkunnilla. It doesn't hurt the other person also. And if this power is there, it is guaranteed that we can live a very happy life, free from conflicts in relationships. Very important term, conflicts in relationships. ഇന്ന് മിക്കവാറും റിലേഷൻഷിപ്സ് നോക്കുകയാണെങ്കിൽ, എനി റിലേഷൻഷിപ്സ് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കത്തിൽ റിലേഷൻഷിപ്സ് ആണ് വിത്തൗട്ട് പ്രോബ്ലംസ് ഗോയിങ്. ആക്ച്വലി മെനി റിലേഷൻഷിപ്സ് ഇൻ വൺ ആർ അതർ വേ ഏതെങ്കിലും ഒരു തരത്തിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. Why there is a conflict? The fundamental thing is the difference in views, the difference in approaches. നേരത്തെ പറഞ്ഞതുപോലെ we don't accept the views of others, so many things. But അങ്ങനെ ഉണ്ടെങ്കിലും if I have the power to tolerate and still maintain a positive response, means എനിക്ക് അതിനെ സഹിക്കാൻ പറ്റുന്നുണ്ട്, സഹിച്ചുകൊണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാച്ചുറലി എങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ആയാലും അതെൻ്റെ റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്യത്തില്ല. Instead of that, what is happening? I try to sustain the relationships. Relationships sustain cheyidonne I will move forward. Otherwise, what happened is, if you lack in this power, it results in breaking the relationships. Relationships in the break up. So very important that I should apply this power where it is required. Sometimes in the nature, people get confused between now I should tolerate or I should face. Nerathe paranja power to face, right? This conflict sometimes happens. ഏത് പരിസ്ഥിതിയിലാണ് എനിക്ക് ടോളറേറ്റ് ചെയ്യേണ്ടത്, ഏത് പരിസ്ഥിതിയിലാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടത് ആക്ച്വലി, റൈറ്റ്? സോ ഒന്നുകൂടി നിങ്ങൾ പ്രോപ്പറായിട്ട് ആലോചിക്കണം ആക്ച്വലി. ബിക്കോസ് ദർ ആർ സിറ്റുവേഷൻസ് വേർ I should show my courage and solve the problem. There is a need of courage is there means you should always use the power to face. Where there are situations where the things will have variations, things need some time to settle, right? അതിന് കുറച്ച് സമയം കൊടുക്കണം. ആ സമയം കഴിയുമ്പോൾ ആ പ്രോബ്ലം ശരിയാകും എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ പെട്ടെന്ന് നമ്മൾ ഫൈറ്റിംഗ് മോഡിൽ പോകുന്നത് ഇറ്റ് വോണ്ട് ഹെൽപ്പ്. സോ ദേർ ഐ ഷുഡ് റിയലി അപ്ലൈ ടോളറൻസ്. സോ ഇത് ആദ്യം മനസ്സിലാക്കണം ക്ലിയർ ആയിട്ട് ആക്ച്വലി, സോ ദാറ്റ് എവിടെയാണ് കറേജ് ഉപയോഗിക്കണം, എവിടെയാണ് എനിക്ക് ഐ ഹാവ് ടു മെയിൻറ്റെയിൻ ദ ടോളറൻസ് ആൻഡ് move along with everybody, accept it and respond it in a positive way, which means
ഈ പവർ അപ്ലൈ ചെയ്യണമെങ്കിൽ you have to use the power to accommodate the situations. You can use the power to cooperate with others so that you are tolerating the things at the same time you are responding and positively responding and then making the things to move forward. Right? The more you apply in a positive way, the more you can move forward and the more you can achieve the results also better and better. And this way what happened is it will help you to live a very, very better life or a happy life and removes all those conflicts in your relationships. So very important ആണ് these powers and the combination of powers, how do you apply it and അതിനെങ്ങനെ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്ന പരിസ്ഥിതിക്ക് നമ്മൾ അതിനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ വെൻ ഐ അണ്ടർസ്റ്റാൻഡ് ദീസ് പവേഴ്സ് എന്ന് വെച്ചാൽ 8 പവേഴ്സ് നൗ വി അണ്ടർസ്റ്റുഡ്. എന്തൊക്കെയാണ്? പവർ ടു ടോളറേറ്റ്, റൈറ്റ്, പവർ ടു ഫേസ്, power to accommodate, then power to judge, power to discriminate, then power to pack up, and the most important, the first power of power to withdraw. അങ്ങനെ 8 ശക്തികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആക്ച്വലി. ഈ 8 ശക്തികൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ naturally you will lead a very, very peaceful, happy life and you will able to face any situations and you will able to succeed any problems also. But then if the powers has to work, ഈ ശക്തികളൊക്കെ കാര്യത്തിൽ നടപ്പിലാക്കണമെങ്കിൽ പ്രാക്ടിക്കൽ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ what is essential actually? എന്താണ് ആവശ്യം? The most important, the first and foremost important thing is awareness of the self. എന്നെ കുറിച്ച് ഞാൻ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. Who am I? This is very, very important ആണ്, right? Who am I? Awareness of the self as a soul. ഞാനൊരു ആത്മാ. This is the most fundamental realization we must all have actually. Because ഈ പവേഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ കോൺഷ്യസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ബോധത്തിലാണ് ഐ എം അപ്ലൈയിങ് ദീസ് പവേഴ്സ്? ആത്മബോധത്തിൽ ഇരുന്നുകൊണ്ടാണോ അല്ല ദേഹബോധത്തിൽ ഇരുന്നുകൊണ്ടാണ്? Because if I am in soul conscious, then applying these powers, it will work 100%. If I am in body consciousness and then trying to invoke these powers, it will have the mixed impact. It won't have the real impact. That is why ഈ പവേഴ്സ് നമ്മൾ മനസ്സിലാക്കിയാലും ഇങ്ങനെയുള്ള പവേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അറിഞ്ഞാലും ബട്ട് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ബേസ് ഈ പവേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവയർനെസ് ഓഫ് ദ സെൽഫ് ആസ് എ സോൾ, റൈറ്റ്? ദിസ് ഈസ് സംതിങ് നീഡ്സ് എ പ്രാക്ടീസ്. ഐ ആം എ സോൾ, ഞാനൊരു ആത്മാ, ഞാനൊരു ആത്മാ എന്നുള്ള പ്രാക്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് ക്ലിയർ ആകും. ആൻഡ് വൺസ് ഐ റിയലൈസ് ദാറ്റ് ഐ എം എ സോൾ, ദെൻ ആത്മാവിൻ്റെ അകത്ത് അതിനായിട്ടുള്ള ഗുണങ്ങളുണ്ട്, റൈറ്റ്? നിങ്ങൾ നോളജിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്ര വിർച്യൂസ് ഉണ്ട് അകത്ത് എന്നുള്ളത്. സോ യു ഷുഡ് നോ ഹൗ ടു എനേബിൾ ദ വിർച്യൂസ് വിത്തിൻ, ലൈക്ക് എന്ന് പറഞ്ഞതുപോലെ കറേജ്, ഹംബിൾനെസ്, റൈറ്റ്, ആൻഡ് അക്സെപ്റ്റൻസ്, ഇങ്ങനെയുള്ള ദീസ് കൈൻഡ് ഓഫ് വിർച്യൂസ് യു ആർ ഹാവിങ് വിത്തിൻ അസ്, എവ്രി വൺ ഓഫ് അസ്. അപ്പോൾ അത് എനേബിൾ ചെയ്യണമെങ്കിൽ, അതിനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ കോൺഷ്യസ് ലെവൽ ഇരുന്നുകൊണ്ട് തന്നെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കോൺഷ്യസ് ലെവൽ വരാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് പക്ക ആക്കണം. ഐ ആം എ സോൾ ആൻഡ് ഞാൻ ആത്മാ എന്നുള്ളത് എന്നെ മനസ്സിലാക്കിയാൽ എനിക്ക് അതിനെ എനേബിൾ ചെയ്യാനും പറ്റും. ബിക്കോസ് ഐ ഹാവ്, ഇഫ് യു റിയലി ഗോ ഡീപ്പ് ഇൻ ടു യു ആൻഡ് അനലൈസ് ഇറ്റ്, you will discover
നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പറ്റും. ഐ ഹാവ് nearly 36 virtues are there in the What about it? We can discuss later, but I'm just giving you an idea about what kind of, how many virtues are there with a person. But idu eniki cherikum manasilakiyal, I am able to bring those kind of virtues into my actions, and that can help ee virtues in the powers na prayogikan vendi or and the powers na apply cheyan vendi eniki upayogikan pattum. And this point is very, very important. E powers, e virtues, ഉപയോഗിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ ഇൻവോക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സൈലൻസ് ആണ്. എത്രയും എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഐ ക്യാൻ ബ്രിങ് മോർ ആൻഡ് മോർ സൈലൻസ്, അത്രയ്ക്കും എനിക്ക് ഈ ശക്തികൾ എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ശക്തികൾ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ആത്മഗുണങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. വിച്ച് മീൻസ് ഇഫ് ഐ ആം more and more in soul conscious and try to invoke these powers, I'll be able to achieve it. But for that, the most important thing is first I should calm down my mind actually. In the manas engannu vechal oruvaadu chindirikkan, right? It is creating nearly 36,000 to 60,000 thoughts per day. So many thoughts it is creating it. Because of that, lot of energy loss is happening in the system. അതുകൊണ്ട് ഈ മനസ്സിനെ ആദ്യം നമ്മൾ സൈലൻസ് ആക്കാൻ നോക്കണം. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് സൈലൻസ്, ഹൗ ടു യൂസ് ഇറ്റ്, അത് തന്നെ വളരെ ഡീപ്പ് ടോപ്പിക്കാണ്. വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. ബട്ട് നൗ യു ക്യാൻ അസ്യൂം ദാറ്റ് നിങ്ങളുടെ എണ്ണങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് ഈ സൈലൻസ് എന്ന് വെച്ചാൽ. യു ആർ റിഡ്യൂസിങ് ദ നമ്പർ ഓഫ് തോട്ട്സ് വാട്ട് ഈസ് കമ്മിങ് ഇൻ യുവർ മൈൻഡ്, റൈറ്റ്? ദ മോർ യു ആർ റിഡ്യൂസിങ് ഇറ്റ്, the more you are becoming powerful. And how do you reduce it actually, right? So this is where the meditation comes into picture. Now meditation la pala type meditations undu, right? But what that meditation which really helps me to make my mind clean, right? And my intellect very clear, and my sanskar very pure, which means this mind, intellect, sanskar എന്ന് പറയുന്നത് ആത്മയുടെ ഫങ്ഷണൽ കോമ്പണൻസ് ആണ്. ആത്മ എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കി അതിന് ആ കാര്യങ്ങൾ എനേബിൾ ചെയ്യാനുള്ള എലിമെന്റ്സ് ആണ്. അപ്പോൾ ഈ മൂന്നിൻ്റെ ഉപയോഗത്തിലാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ത്രീ ഹാസ് ടു ബി ടുഗദർ ഫങ്ഷനിങ് മീൻസ് അതെങ്ങനെ ഇരിക്കണം? മൈൻഡ് ഹാസ് ടു ബി ക്ലീൻ, ഇന്റലക്ട് ഹാസ് ടു ബി ക്ലിയർ, ആൻഡ് ദ സംസ്കാർ ഹാസ് ടു ബി പ്യൂർ, റൈറ്റ്? അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് വാട്ട് വി ട്രൈ ടു അച്ചീവ് ഇറ്റ് ത്രൂ മെഡിറ്റേഷൻ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഡിറ്റേഷൻ വിച്ച് ഈസ് ഹെൽപ്പിംഗ് മീ ടു അച്ചീവ് ദീസ് തിങ്സ് ഇസ് the Raja Yoga meditation. So Raja Yoga meditation, in the chain child, you are trying to first realize yourself as per your original identity. നമ്മളുടെ ഒറിജിനൽ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഐ ട്രൈ ടു കണക്ട് വിത്ത് ദാറ്റ് me, the soul, with the one who can give power to me, the Supreme, who is also a soul. So the soul to Supreme Soul connectivity, or connecting both together, is the yoga. And that yoga is nothing but Raja Yoga. And learning this Raja Yoga meditation gives me the way of getting myself into my true awareness. എൻ്റെ ഒറിജിനൽ അവയർനെസ് എന്താണെന്നുള്ളത് എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ആൻഡ് ഐ ഗെറ്റ് ബാക്ക് മൈ ഒറിജിനൽ കോൺഷ്യസ്നെസ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് soul consciousness. Okay, so by practicing this meditation regularly and also applying this sit
in my practical life, I can definitely master of the art of applying these powers. ഈ പറഞ്ഞ 8 ശക്തികൾ എൻ്റെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക്. And I learned this master, or learned this art and became master of this art actually. So my humble request to those who are listening to this session is, if you are a newcomer, ഇതുവരെ രാജയോഗ മെഡിറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് നമ്മുടെ ബ്രഹ്മകുമാരി സെൻറ്ററുമായിട്ട് കണക്ഷൻ കൂടുക. ആൻഡ് പ്ലീസ് ടോക്ക് ടു ദം ആൻഡ് എൻഗേജ് ഓർ എൻറോൾ ഫോർ എ കോഴ്സ്. ദിസ് ഇസ് കോൾഡ് എ 7 days കോഴ്സ്. ആ കോഴ്സിൽ നിങ്ങൾക്ക് രാജയോഗ മെഡിറ്റേഷനെ കുറിച്ച് ശരിക്കും പറഞ്ഞു കൊടുക്കും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് you can continue to regularly learn and apply this and take the benefit of these powers. Those who are already knowing Rajayoga meditation and those who are already practicing it, my request is, please focus on this aspect of soul consciousness more and more and more. Atmabhimani anadum atma ennulla a realization ethrayum varunnundo, and how much, check yourself, how much I am really embodiment of the virtues within me, and how much I'm able to invoke the powers within me. The more you invoke, the more you check, the more you will change, and the more you become masters of these powers. So that one who is embodiment of all these powers, avarana nammal parayunnathu Sarva Shaktivan, right? Master Sarva Shaktivan. So I wish ഈ സെഷനിൽ നിങ്ങൾക്ക് ഈ ശക്തിയുടെ മഹത്വം മനസ്സിലായിരിക്കും. അറ്റ്ലീസ്റ്റ് വാട്ട് ഇസ് ദീസ് 8 powers are there, so that I should put all effort to realize these powers and apply it into my practical life, and then lead a very, very successful life forever. Okay, thank you. Om Shanti. Any ചോദ്യം ഉണ്ടെങ്കിൽ I can take it. Shanti. സിസ്റ്റർ മൈക്ക് ഓണാക്കണം. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഭാരതിയുടെ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. കേൾക്കാന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം വളരെ നന്നായിരുന്നു ക്ലാസ്. അപ്പം കുറച്ച് സമയമായിട്ട് മലയാളവുമായിട്ട് കുറച്ച് കണക്ഷൻ കുറവായിരുന്നത് കൊണ്ടായിരിക്കണം നമ്മുടെ ഭാരതിഭായ് കൂടുതൽ സമയവും ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും കേട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെയധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് ആന്തരിക ശക്തി ഉപയോഗിച്ച് അതിനെ നേരിടേണ്ടതെന്നും നമ്മൾ എങ്ങനെ ശക്തിശാലിയായിട്ട് മാസ്റ്റർ സർവശക്തിവാനായി തീരണം എന്നുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്ക് ഭാരതിഭായ് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. ഭാരതിഭായിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഒരു അനന്യരത്നമാണ്. ഏത് സമയത്തും ഈശ്വരീയ കാര്യത്തിന് വളരെയധികം ആജ്ഞാകാരിയായിട്ട് എവിടെ എപ്പോഴും ഉപസ്ഥിതനാകുന്ന ഒരു ശ്രേഷ്ഠാത്മാവാണ്. എപ്പോഴും പ്രത്യേകിച്ചും നമ്മൾ വിളിക്കുമ്പോൾ ഏത് സമയത്ത് റെഡിയായിട്ട് ക്ലാസ് എടുത്ത് മറ്റാത്മാക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ഭാരതിഭായ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് എല്ലാ സഹോദരി സഹോദരന്മാരുടെ ഭാഗത്തുനിന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെയധികം ഹൃദയത്തിന്റെ ഭാഷയിൽ
ഭാരതിബായിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിലുള്ള ഒരംഗത്തിനോട് പ്രത്യേകിച്ച് അങ്ങനെ നന്ദി പറയേണ്ടതില്ല എങ്കിലും ഒരു ഈശ്വരീയ ബാബ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു മര്യാദയും കൂടിയാണ് നമ്മൾ പരസ്പരം ബഹുമാനം കൊടുക്കുക, ബഹുമാനം എടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭാരതിബായിക്ക് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ട്. അത് ഇനിയും ഉണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പുതിയതായിട്ടുള്ളവർക്ക് ഉള്ള പ്രത്യേകിച്ചുള്ള പുതിയ ക്ലാസ് നമ്മുടെ ഈ വെള്ളിയാഴ്ച മുതൽ 5-ാം തീയതി രാവിലെ 6 മണി മുതൽ 7 മണി വരെ രാജയോഗ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. സൂമിലും അതുപോലെ യൂട്യൂബിലും അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ അതിൽ കയറിയാൽ മതിയാവും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഓൺലൈൻ ലൈവ് ബാച്ചും ആരംഭിക്കുകയാണ്. അപ്പൊ അത് എല്ലാവരും നോട്ട് ചെയ്യുകയും അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തത് മെഡിറ്റേഷനാണ്. നമ്മുടെ സുധാ സിസ്റ്റർ കമന്ററി പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് യോഗം ചെയ്യിക്കും. എല്ലാവരും വളരെ ശാന്തമായിട്ട് യോഗം ചെയ്യുക, മനസ്സിനെ ഈശ്വരനിലേക്ക് നയിക്കുക. സന്ധ്യയാണ്. സന്ധ്യാസമയത്ത് പ്രത്യേകിച്ച് എല്ലാവരുടെയും മനസ്സിൽ ഈശ്വര സ്മൃതി വരിക തന്നെ ചെയ്യും. ഒന്നുകൂടി ശക്തമായിട്ട് നമുക്ക് ആ പരമാത്മാവിന്റെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ വളരെ ശാന്തമായിരിക്കുകയാണ്. വിശാലമായ സാഗരത്തിന്റെ തീരത്ത് ഏകാന്തതയിൽ ഏകനായി ശാന്തമായിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയം. 4 ഭാഗത്തും ചുവപ്പിൽ സ്വർണിമ നിറം കലർന്ന പ്രകാശം. ഈ സുവർണ ചുവപ്പ് കലർന്ന പ്രകാശം എനിക്കെന്റെ യഥാർത്ഥ വീടിന്റെ ഓർമ്മ, സ്മൃതി നൽകുകയാണ്. ശാന്തിധാമം, ബ്രഹ്മലോകം, അതാണ് എൻ്റെ വീട്. ആ ധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ആത്മീയ യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുകയാണ്. എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ഞാൻ എന്നിലേക്ക് തന്നെ പിൻവലിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒരു പ്രകാശ ബിന്ദു ആത്മാവാണെന്ന്
അനുഭവം ചെയ്യുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രകാശ ബിന്ദു. ആത്മാവാണ് ഞാൻ. ആത്മാവാകുന്ന ഞാൻ സ്വരാജ്യ അധികാരിയാണ്. ഈ ശരീരമാകുന്ന രാജ്യത്തിന്റെ അധികാരി, രാജാവാണ് ഞാൻ. മനസ്സും ബുദ്ധിയും ആത്മാവാകുന്ന എൻ്റെ വിശ്വസ്തനായ സത്യസന്ധരായ മന്ത്രിമാരാണ്. കർമ്മേന്ദ്രിയങ്ങൾ ആത്മാവാകുന്ന എൻ്റെ കർമ്മചാരികളാണ്. എട്ട് ശക്തികൾ ആത്മാവാകുന്ന എൻ്റെ കാവൽക്കാരാണ്. അനുഭവം ചെയ്യൂ. ഈ എട്ട് ശക്തികൾ ആത്മാവിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശബിന്ദുവായ ആത്മാവിന് ചുറ്റും പ്രകാശവലയമായി ശക്തികൾ ആത്മാവിന്റെ സുരക്ഷ കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉൾവലിയുവാനുള്ള ശക്തി സദാ തയ്യാറായിട്ടിരിക്കുന്നതിനുള്ള ശക്തി സഹനശക്തി ഉൾക്കൊള്ളുവാനുള്ള ശക്തി തീരുമാനമെടുക്കുന്നതിനും തിരിച്ചറിയുന്നതിനുമുള്ള ശക്തി അഭിമുഖീകരിക്കുന്നതിനുള്ള ശക്തി സഹകരണ ശക്തി ഈ 8 ശക്തികളും ആത്മാവിന്റെ സ്വന്തമാണ്. ഞാൻ സ്വരാജ്യ അധികാരി, മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവാണ്.
ആത്മാവിന്റെ തിളക്കം അനുഭവം ചെയ്യൂ. ആത്മാവിന്റെ പ്രകാശം, ശക്തി, സൗന്ദര്യം അനുഭവിച്ച് ആസ്വദിക്കൂ. ഞാൻ എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ദിവ്യമായ പ്രകാശ ബിന്ദു സർവശക്തികൾ കൊണ്ടും സമ്പന്നമായ ആത്മാവാണ് ഞാൻ. ഞാനിപ്പോൾ ആത്മീയ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു. സെക്കൻഡിൽ ഞാൻ ഈ ശരീരത്തിൽ നിന്നും വേറിടുകയാണ്. ഞാൻ എന്നെ തന്നെ സൂക്ഷ്മ ശരീരത്തിൽ അനുഭവം ചെയ്യുന്നു. പ്രകാശത്തിന്റെ സൂക്ഷ്മ ശരീരം, രൂപം, ഈ ഫരിസ്താ സ്വരൂപത്തിൽ ഞാൻ സൂക്ഷ്മവദനത്തിൽ ബാബ്ദാദയുടെ സന്മുഖത്ത് അനുഭവം ചെയ്യുന്നു. ബ്രഹ്മ ബാബയുടെ ഫരിസ്താ സ്വരൂപത്തിൽ ഭൃക്കുട്ടിയിൽ വിരാജിക്കുന്ന ശക്തിയുടെ സൂര്യനായ ശിവബാബ ബാബ്ദാദയുടെ നയനങ്ങളിലൂടെ, പവിത്ര ദൃഷ്ടിയിലൂടെ ആത്മാവിലേക്ക് കറന്റ് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയുടെ വരദാനി ഹസ്തം തന്റെ ശിരസിൽ അനുഭവം ചെയ്യൂ. സർവശക്തികളുടെയും വരദാനം ബാബ്ദാദയിൽ നിന്നും സ്വീകരിക്കൂ.
ബാബ് ദാദ ഇപ്പോൾ ഫരിസ്തയാകുന്ന എനിക്ക് നിർദ്ദേശം നൽകുകയാണ്. ഭൂമിയിലുള്ള എല്ലാ ബലഹീനരായ ആത്മാക്കൾക്കും ശക്തിയുടെ കറന്റ് നൽകും. തന്റെ ശുഭഭാവനകളുടെ സഹയോഗം നൽകും. സൃഷ്ടിയാകുന്ന ഗ്ലോബിനെ ബാബ മുന്നിലേക്ക് ഇമർജ് ചെയ്യുകയാണ്. സർവശക്തികളുടെയും പ്രകാശ കിരണങ്ങൾ ഗ്ലോബിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശുഭഭാവനകളുടെ പ്രകാശ കിരണങ്ങളും എന്നിൽ നിന്നും പ്രവഹിക്കുകയാണ്. നയനങ്ങളിലൂടെയും മസ്തകത്തിലൂടെയും പവിത്രതയുടെ പ്രകാശം, ശക്തികളുടെ പ്രകാശം, ശുഭഭാവനകളുടെ പ്രകാശം സൃഷ്ടിയിലെ സർവ ജീവാത്മാക്കളിലേക്കും പതിയുന്നു. ബലഹീനരായ എല്ലാ ആത്മാക്കൾക്കും ശക്തി ലഭിക്കുകയാണ്. ദുഃഖിതരായ ആത്മാക്കൾ ശക്തികളുടെ ഈ പ്രകാശ കിരണത്തിലൂടെ മാനസികമായി ശക്തിശാലിയായി മാറി സന്തോഷത്തിന്റെ അനുഭവം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫരിസ്ത ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ എന്നോടൊപ്പം ബാബ് ദാദയെയും അനുഭവം ചെയ്യുന്നു. ബാബയുടെ സർവശക്തികളുടെയും ഛത്രഛായയ്ക്കുള്ളിൽ ഇരിക്കുന്ന അനുഭവം ചെയ്യുന്നു.
ബാപ്ദാദയോടൊപ്പം ഫരിസ്താരൂപത്തിൽ ആകാശമാർഗത്തിൽ സഞ്ചരിക്കൂ. അനുഭവം ചെയ്യൂ, തന്റെ നയനങ്ങളിലൂടെയും മസ്തകത്തിലൂടെയും വരദാനി ഹസ്തത്തിലൂടെയും പ്രകാശകിരണങ്ങൾ പ്രകൃതിയിലേക്ക്, സർവ മനുഷ്യാത്മാക്കളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാല് ഭാഗത്തേക്കും ദിവ്യവും അലൗകികവുമായ പ്രകാശം പരക്കുകയാണ്. ഈ പ്രകാശം എല്ലാ മനുഷ്യ മനസ്സുകളെയും തണുപ്പിക്കുന്ന, എല്ലാ മനുഷ്യ മനസ്സുകൾക്കും ആശ്വാസം നൽകുന്ന, വർഷയായി മാറുകയാണ്. ഞാനിപ്പോൾ ഫരിസ്ത ശരീരത്തിൽ നിന്നും വേറിട്ട് പ്രകാശബിന്ദുവായി സെക്കൻഡിൽ ബ്രഹ്മലോകത്തിലെത്തുന്നു. നിരാകാരനായ ബാബയോടൊപ്പം ബാബയുടെ സന്മുഖത്തിരിക്കുകയാണ്. സർവശക്തനായ ബാബ സർവശക്തികളുടെ പ്രകാശ കിരണങ്ങൾ അത് ആത്മാവിന്റെ ഛത്രഛായയായി മാറുകയാണ്. സർവശക്തികളും ഒരു കുടയായി
പ്രകാശത്തിന്റെ ഒരു കുടയായി ആത്മാവിന് ചുറ്റും അനുഭവം ചെയ്യുന്നു. സർവശക്തികൾ കൊണ്ടും സമ്പന്നമായി ബാബയുടെ തന്നെ ഓർമ്മയിൽ ശക്തികളുടെ ഛത്രഛായ അനുഭവം ചെയ്തുകൊണ്ട് ഞാൻ ആത്മാവ് സാകാര ലോകത്തിലേക്ക് സാകാര ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവാണ്.